കർണാടകയിലെ ചിത്രദുർഗയിൽ 5 പേരുടെ അസ്ഥികൂടം കണ്ടെത്തി. ചിത്രദുർഗ ജില്ലയിലെ ചല്ലകരെ ഗേറ്റിന് സമീപത്തെ ഒരു വീട്ടിൽ നിന്നാണ് ഒരേ കുടുംബത്തിലുള്ള 5 പേരുടെ അസ്ഥികൂടം പോലീസ് സംഘം കണ്ടെത്തിയത്. വിനയ് ഉണ്ണി വിവരങ്ങളുമായി ചേരുന്നുണ്ട്. വിനയ്, എത്ര കാലപ്പഴക്കമുണ്ട്? പോലീസ് നൽകുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? ഏകദേശം 4 വർഷത്തെ പഴക്കം ഈ അസ്ഥികൂടങ്ങൾക്കുണ്ട് എന്നാണ് ഇപ്പോൾ നിഗമനം വന്നിരിക്കുന്നത്. കർണാടക ചിത്രദുർഗ ജില്ലയിലെ ചല്ലക്കരെ ഗേറ്റിന് സമീപത്തെ വീട്ടിൽ നിന്നാണ് ഒരേ കുടുംബത്തിൽ 5 പേരുടെ നിന്ന് സംശയിക്കുന്ന അസ്ഥികൂടം പോലീസ് കണ്ടെത്തിയത്. സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്ന ജഗന്നാഥ് റെഡ്ഡി, അദ്ദേഹം ഒരു എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കൂടിയായിരുന്നു. അദ്ദേഹത്തിന്റെ ഭാര്യ പ്രേമ, മകൾ ത്രിവേണി, മക്കളായ കൃഷ്ണ, നരേന്ദ്ര എന്നിവരുടെ മൃതദേഹങ്ങളാണ് കണ്ടെത്തിയത്. എന്തായാലും കണ്ടെത്തിയ മൃതദേഹങ്ങൾ ഇവരുടേതാണെന്ന് ഉറപ്പിക്കുന്നതിന് ഫോറൻസിക് പരിശോധനയും DNA പരിശോധനയും വേണമെന്നാണ് പോലീസ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. സംഭവത്തിൽ ഇപ്പോൾ കർണാടക ആഭ്യന്തരമന്ത്രി അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. 2019 മുതൽ ഈ വീട് പൂട്ടിക്കിടക്കുകയായിരുന്നു എന്നാണ് അയൽവാസികൾ പറയുന്നത്. വീട്ടിലുള്ളവർ സാധാരണ നിലയിൽ പുറത്തുള്ളവരുമായി സംസാരിക്കാറില്ലെന്നും അയൽവാസികൾ അറിയിച്ചു. ഈ 4 അസ്ഥികൂടങ്ങൾ ഒരു മുറിയിലും മറ്റൊരു അസ്ഥികൂടം മറ്റൊരു മുറിയിലുമായിട്ടായിരുന്നു പോലീസ് കണ്ടെത്തിയത്. വീടിന് മുന്നിലെ മരവാതിൽ അത് പൊളിഞ്ഞ നിലയിൽ കണ്ടെത്തിയതിനെ തുടർന്നായിരുന്നു ഈ പ്രദേശവാസികൾ ആദ്യം പോലീസിനെ വിവരം അറിയിച്ചു. തുടർന്ന് പോലീസ് എത്തി പരിശോധിച്ചപ്പോഴായിരുന്നു ഈ അസ്ഥികൂടങ്ങൾ ഈ വീടിനുള്ളിൽ നിന്ന് കണ്ടെത്തിയത്. മൃതദേഹങ്ങൾ അഴുകിയ നിലയിൽ ശേഷം പിന്നീട് ശരീരാവശിഷ്ടങ്ങൾ ഇവിടെ കൊണ്ടുവന്നിട്ടതാണെന്ന സംശയവും ഇപ്പോൾ പോലീസിനുണ്ട്. എന്തായാലും 3.5 കൊല്ലം 4 കൊല്ലമോ പഴക്കമുള്ള അസ്ഥികൂടങ്ങളാണ് കണ്ടെത്തിയതെന്നാണ് പോലീസ് നിഗമനം. DNA പരിശോധനയ്ക്ക് ശേഷമാണ് മരിച്ചത് ഈ കുടുംബാംഗങ്ങൾ തന്നെയാണ് എന്ന് സ്ഥിരീകരിക്കാൻ സാധിക്കുള്ളൂ. എന്തായാലും സംഭവത്തിൽ ഇപ്പോൾ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്.